Hi everyone, എല്ലാവർക്കും iPlus Training Solutionsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ് ലോ ജൂൺ 2025 ആണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. സോ നോക്കൂ, ഈ മാച്ച് ദ ഫോളോയിങ് ആണ്. ചെയ്യാൻ പറ്റുമോ നോക്കൂ. വളരെ എളുപ്പമുള്ള മാക്സിംസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം. A1, B2, C3, D4. അതേ ഓർഡറിൽ അല്ലേ? A1, B2, C3, D4. അതെ. എന്താ എർഗ ഓംനിസ്? ഓംനസ് എന്ന് പറഞ്ഞാൽ ഓംനിപോട്ടൻറ്റ്. ഓംനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ എന്നുള്ള മീനിങ് അല്ലേ? അപ്പം എർഗ ഓംസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ടു ഓൾ. ജസ്റ്റ് കോഗൻസ് അറിയാലോ, പ്രീ എംട്രി നോം ഓഫ് നോർമേറ്റീവ് ക്യാരക്ടർ ഓഫ് എന്താണ്? ഇന്റർനാഷണൽ ലോ ആണ് ജസ്റ്റ് കോഗൻസ് എന്ന് പറയുന്നത്. ഇനി പാക്ടസ് ആൻഡ് സെർവൻഡ എന്താ പറയുന്നത്? അഗ്രിമെന്റ്സ് ടു ബി റെസ്പെക്റ്റഡ് എന്നുള്ളതാണ് പാക്ടസ് ആൻഡ് സെർവൻഡ പറയുന്നത്. റിബസിക് സ്റ്റാറ്റിബസ് പറയുന്നത് എസെൻഷ്യൽ കണ്ടീഷൻസ് റിമെയിൻ അൺചേഞ്ച്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻ്റ് ഒക്കെയാണ് റിബസ് സിക്സ് സ്റ്റാൻഡിബേഴ്സിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മാക്സിംസ്. ഇതെല്ലാം കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള മാക്സിംസ് ആണ്, എളുപ്പമുള്ള മാക്സിംസ് ആണ്. ഓക്കെ, എർഗ ഓംനസ് ടുവേർഡ്സ് ഓൾ, ജസ്റ്റ് കോഗൻസ് ലോ കമ്പല്ലിംഗ് അല്ലെങ്കിൽ ബൈൻഡിങ് ലോ വിച്ച് ഇസ് മീനിങ് ലൈക്ക് പ്രിയംട്രി നോംസ് ഓഫ് ജനറൽ ഇന്റർനാഷണൽ ലോ. പാക്ടസ് ആൻഡ് സെർവൻഡ എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ് എന്നുള്ളതാണ് പാക്ടസ് ആൻഡ് സെർവൻഡ. റിബസ് സിക്സ് സ്റ്റാൻഡിബസ് നോക്കുന്ന തിങ്സ് സ്റ്റാൻഡിങ് ദസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് this doctrine allows for treaty obligation to cease or to be suspended if fundamental circumstances change significantly after the treaty was concluded. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെക്ഷൻ 45 അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. ക്ലാസ് 1, ക്ലാസ് 2 എയേഴ്സ്, ആഗ്നേറ്റ്, കോഗ്നേറ്റ്സ് ആരൊക്കെയാണെന്നൊക്കെ അറിയാവുന്നവർക്ക് വളരെ എളുപ്പം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പെറ്റേണൽ ആൺ സൺ ഉണ്ട്, പെറ്റേണൽ അങ്കിൾസ് ഡോട്ടർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ നോക്കാം. ആൻസർ ഇസ് A2, B1, C4, D3. A2, B1, C4, D3 അങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. പെറ്റേണൽ ആണ്ട് എന്ന് പറയുമ്പോൾ ഫാദർ സിസ്റ്റേഴ്സ് ആണ്. അപ്പം നോക്കുക, ഒരു മെയിൽ ലൈനിൻ്റെയും ഒരു ഫീമെയിൽ ലൈനിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. സംവെയർ ഒരു ഫീമെയിൽ ലൈൻ വരുന്നതാണ്. അപ്പോൾ അവിടെ എന്താണത്? അത് കോഗ്നേറ്റ് ആണ് അല്ലേ? അതുപോലെ ഡോട്ടർ സൺസ് ഡോട്ടർ എന്ന് പറയുന്നത് ക്ലാസ് 2-ൽ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട്. ഡോട്ടർ സൺസ് ഡോട്ടർ എന്ന് പറയുന്നത് ഡോട്ടർ എന്ന് പറയുന്ന ക്ലാസ് 1 എയർ ആണ്. ഡോട്ടർ ഓഫ് ഡോട്ടേഴ്സ് ആണ് അല്ലെ? ഡോട്ടർ സൺസ് ഡോട്ടർ എന്ന് പറയുന്നത് ഡിസെൻഡന്റ് ഓഫ് ക്ലാസ് 1 എയർ ആണ്. അതെവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ക്ലാസ് 2-ലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പെറ്റേണൽ അങ്കിൾസ് ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? പെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പോൾ ബ്രദർ ആണ്. ഡോട്ടർ ഓഫ് പെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ആണ്. അപ്പം ഡോട്ടർ എന്ന് പറയുന്ന പെൺകുട്ടി ആണെങ്കിലും ആ ലൈൻ കംപ്ലീറ്റ് ആരാണ്? മെയിൽ ലൈൻ ആണ്. അപ്പം മെയിൽ ലൈൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ആഗ്നേറ്റ്. ഹോൾലി ത്രൂ മെയിൽസ് ആയതുകൊണ്ട് ആഗ്നേറ്റ്സ് ആണ്. ഡോട്ടർ ഓഫ് പ്രീ ഡിസീസ്ഡ് സൺ എന്ന് പറയുന്നതോ അത് ക്ലാസ് 1 എയറാണ്. ഇമ്മീഡിയറ്റ് അല്ലേ? മകൻ്റെ മകളാണ്, മരിച്ചുപോയ മകൻ്റെ മകളാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ക്ലാസ് 1 എയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. UGC ഓഫ് ഉത്തരാഖണ്ഡ് 2025 അതിനകത്തെ ടോപ്പിക്കുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ റീസെൻ്റ് ആയിട്ട് പാസ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസേഴ്സ് നോക്കാം. A2, B4, C1, D3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സ്കെഡ്യൂൾ 3 ഫോം ഓഫ് സർട്ടിഫിക്കറ്റ്, സ്കെഡ്യൂൾ 7 ഫോം ഓഫ് സർട്ടിഫിക്കറ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് സർട്ടിഫിക്കറ്റ്, ഷെഡ്യൂൾ 5 ഫോം ഓഫ് പ്രൊബേറ്റ് ആൻഡ് ഷെഡ്യൂൾ 4 ഫോം ഓഫ് കവിയറ്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ്. ജോൺ ഡൊണലി വേഴ്സസ് DJ വീലർ,
L. Rajamani versus J. Peel, Karnika Seth, Gibson, ഇവരുടെയൊക്കെ ബുക്ക്. അപ്പം ഇവരൊക്കെ ഏത് ഏരിയയിലാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത് എന്നറിയാവുന്നവർക്ക് എളുപ്പം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഓരോ ഏരിയാസാണ്. ഇത് പേറ്റൻ്റ് ആണ്, ഇത് സൈബർ ലോ ആണ്, ഇത് പേറ്റൻ്റ് ആണ്, ഇത് സൈബർ ലോ ആണ്, ഇത് എൻവറോൺമെൻറ്റൽ ലോ ആണ്, ഇത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പം ഓരോരുത്തരും ഏത് ഏരിയ ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഏത് ഏരിയ ആണെന്ന് അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ നോക്കാം. A1 B2 C3 D4, A1 B2 C3 D4 അങ്ങനെയാണ് ആൻസർ വരുന്നത്. ജോൺ ഡെന്നലി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഏരിയ ആണ്. എൽ രാജാമണി എന്ന് പറയുന്ന ഇന്റർനാഷണൽ എൻവറോൺമെന്റൽ ലോയെ പറ്റിയിട്ടാണ്. കർണിക സേത്ത് കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് ആൻഡ് ന്യൂ ടെക്നോളജി ലോസ്. ഗിബ്സൺ പേറ്റന്റിംഗ് ലൈഫ് പേറ്റൻസ്, കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ്. 48th ക്വസ്റ്റ്യൻ നോക്കാം. Golden rule for framing prospectus was formulated by V.C. Kindersley. ഏത് കേസിലാണ് ഗോൾഡൻ റൂൾ ഓഫ് ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ആൻസർ നോക്കാം. സി ഓൺലി, അതായത് ന്യൂ ബ്രൻസ്വിക് കാനഡ റെയിൽവേ കമ്പനി വേഴ്സസ് മഗ്രിച്ച് എന്ന് പറഞ്ഞ കേസിലാണ് ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടില്ല. എന്താണ് ഈ ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, strict standards for disclosure required in a company prospectus. സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസ്ക്ലോഷർ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, the principles laid down here emphasize that prospectus must contain all material facts. Prospectus must contain all material facts and must not be misleading in any way. So the duty is to tell the truth, the whole truth. To tell the truth, nothing but truth, the whole truth എന്നുള്ളതാണ് ഗോൾഡൻ റൂൾ ഓഫ് ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ്. അപ്പം സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്പനി പ്രോസ്പെക്ടസ് ആണ് ഈ ന്യൂ ബ്രൻസ്വിക് കാനഡ റെയിൽവേ കമ്പനി വേഴ്സസ് മാഗ്രിഡ്ജിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കി കേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെത്തഡിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രോസ്പെക്ട്സിനെ പറ്റിയാണ് പറയുന്നത്. ആർ വേഴ്സസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റെഗുലേറ്ററി കംപ്ലയൻസ് ഓഫ് കമ്പനീനെ പറ്റിയാണ് പറയുന്നത്. ജൂബിലി കോൾട്ടൺ മിൽസ് എന്ന് പറഞ്ഞ കേസിൽ ഷെയർ ഹോൾഡർ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. The golden rule for framing a prospectus emphasizes the principle of utmost good faith and complete disclosure. This means that all material facts must be presented accurately and no misleading information should be included. So here the aim is to ensure investors have all the necessary information to make informed decision. Okay, that's a golden rule for prospectus. Okay, which of the following articles is referred to be heart and soul of Indian Constitution? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. LLB പഠിക്കുന്ന കുട്ടികൾക്കും LLBക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളോടും ചോദിക്കുന്ന ചോദ്യം. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് കൊടുത്തിട്ടുള്ളത്. കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന കേട്ടോ. പക്ഷേ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഏതാണ് ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 32. ആരാണിത് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ. Question 50. Which of the following is not true in the context of a promissory note? Promissory note എന്താണ്, ചെക്ക് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് എന്നുള്ളത് മൂന്നായിട്ട് തന്നെ പഠിക്കുക. സെക്ഷൻ 4, 5 and 6 എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ആ ഒരു ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. So here the answer is such a promise must be conditional. Conditional ആവാൻ പാടുണ്ടോ? പ്രോമിസറി നോട്ട് പാടില്ല. അതാണ് such a promise must be conditional എന്നുള്ളതാണ് not true regarding the context of promissory note.
ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. For a document to be considered a legally valid promissory note, it must be in writing. Additionally, it must be signed by the person who is making the promise to pay. അല്ലേ, പ്രോമിസറി നോട്ടിൽ ആരാണ് സൈൻ ചെയ്യുന്നത്? ഞാൻ തന്നേക്കാമേ എന്ന് പറയുന്ന ആളാണ്, ദ മേക്കർ ആണ്. The signature signifies the commitment to the terms outlined in the note. അപ്പോൾ പ്രോമിസറി നോട്ടിൽ ആരാണോ പ്രോമിസ് മേക്ക് ചെയ്യുന്നത് അയാളാണ് സൈൻ ചെയ്യുന്നത്. സെക്കൻഡ്, there must be an undertaking or promise to pay. ട്രൂ ആണല്ലോ, പ്രോമിസറി നോട്ട് അല്ലേ. സോ ദ വെരി എസൻസ് ഓഫ് പ്രോമിസറി നോട്ട് ഈസ് എക്സ്പ്ലിസിറ്റ് പ്രോമിസ് ഓർ അണ്ടർടേക്കിംഗ് ബൈ ദ മേക്കർ ടു പേ എ സർട്ടൈൻ എമൗണ്ട്. Without this clear promise, the document lacks a fundamental characteristic of a promissory note. അപ്പോൾ അതും കറക്റ്റാ. ഇനി സ്റ്റേറ്റ്മെന്റ് 3 നോക്ക്. It is false. The key requirement of promissory note is that the promise to pay must be unconditional. If the payment depends on specific event occurring or not occurring, it ceases to be a promissory note and might be classified differently, such as conditional order or an acknowledgement of debt. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാറി കണ്ടീഷണൽ ഓർഡർ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ള രീതിക്ക് അതിൻ്റെ പേര് മാറി. പ്രോമിസറി നോട്ട് ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 നോക്കൂ. ദ പ്രോമിസ് മസ്റ്റ് ബി ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ് ഓഫ് മണി ഓൺലി. ട്രൂ ആണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഫോർ ദ പേയ്മെന്റ് ഓഫ് മണി ആണ്. ദ പ്രോമിസ് കനോട്ട് ഇൻവോൾവ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്, ദ പെർഫോമൻസ് ഓഫ് സർവീസ് ഓർ എനി അതർ ഒബ്ലിഗേഷൻ അപ്പാർട്ട് ഫ്രം ദി മോണിറ്ററി പേയ്മെന്റ്. സോ ദ എമൗണ്ട് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് പേയബിൾ. ഓക്കെ, സോ ഇത്രയുമാണ് പ്രോമിസറി നോട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്തായാലും നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പ്രോമിസറി നോട്ടിനെ പറ്റി മാത്രമേ ഈ ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പ്രോമിസറി നോട്ട് ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ചെക്ക് ഉണ്ട്. മൂന്നായിട്ട് തന്നെ സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 3 സെക്ഷൻസ് നോക്കുക. 3 സെക്ഷനും ആരാണ് സൈൻ ചെയ്യുന്നത്, എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ ഒരു ടേബിളൊക്കെ വരച്ച് വൃത്തിയായിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഫ്രം UGC നെറ്റ് ലോ 2025 ഡീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അറിയാമല്ലോ, പേപ്പർ 2 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 50 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ ആ 50 ക്വസ്റ്റ്യൻസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.